ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൺ. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്ന വളരെ സിമ്പിൾ ഒരു ഡിഷാണ് കേട്ടോ. വേറെ 2 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഡോണറ്റ്സ് ബോൾസ് ആണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് കടയിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ ഡോണറ്റ്സ് റെഡിയാക്കുമ്പോൾ ചെയ്യുന്നത് ഈസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് മിൽക്കിൽ ഈസ്റ്റ് മിക്സ് ചെയ്ത് പുളിപ്പിച്ചിട്ടാണ് നമ്മൾ സാധാരണ റെഡിയാക്കി എടുക്കാറ്. യോഗോട്ടും ബേക്കിംഗ് സോഡയും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കാൻ പറ്റും ഡോണറ്റ്സ് ബോൾസ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, 1/4 കപ്പ് യോഗോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നിങ്ങൾ ബേക്കിംഗ് പൗഡർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1.5 ടീസ്പൂൺ എടുക്കണം. അതേപോലെ ആവശ്യത്തിന് 1 നുള്ളു. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ 2 ഫ്ലേവേഴ്സിലുള്ള ഡോണറ്റ്സ് ബോൾസ് റെഡിയാക്കുന്നുണ്ട്. നമ്മളത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കുന്ന ഡോണറ്റ്സ് ബോൾസ് ആണ്. കാരണം ഇതിനകത്ത് ഈസ്റ്റ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ബേക്കിംഗ് സോഡ വെച്ചുകൊണ്ടാണ് ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കുന്നത്. നമ്മളിപ്പോൾ ഈസ്റ്റ് യൂസ് ചെയ്താണ് റെഡിയാക്കുന്നതെങ്കിൽ എന്തായാലും ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് 3 മണിക്കൂറോളം ടൈം എടുക്കും. ഇതാകുമ്പോൾ അധികം ടൈം ഒന്നും വേണ്ട, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പം തന്നെ റെഡിയാക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഡോണറ്റ്സ് ബോൾസ് കഴിക്കണം അല്ലെങ്കിൽ ഡോണറ്റ്സ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നേ ഉള്ളൂ. മൈദയും യോഗട്ടൊക്കെ എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് മിക്സ് ചെയ്യാം. ഫസ്റ്റ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി ഫസ്റ്റ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഫൈനലായിട്ട് വേണം നമുക്ക് യോഗോട്ട് ആഡ് ചെയ്യാൻ. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഫൈനലായിട്ട് നമുക്ക് യോഗോട്ടും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ അകത്തേക്ക്. യോഗട്ടിൽ വെള്ളം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ടതായിട്ട് വരില്ല. ഇതിലുള്ള വെള്ളം തന്നെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമുക്കിനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം എപ്പോഴും നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 ഇൻഗ്രീഡിയൻസും ബേക്കിംഗ് സോഡയും മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനെടുത്ത യോഗട്ടിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യാതിരുന്നത്. നിങ്ങൾ റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഡോണറ്റ്സ് ബോൾസ് നല്ല പോലെ സ്പഞ്ചി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇപ്പം തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിതൊരു ഐസിങ് ബാഗിലോട്ട് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു ഹോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സിസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ ഇവിടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കി എടുക്കാം ഇത്. ഇപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇതിൻ്റെ നിന്ന് കോരി മാറ്റുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഫ്ലേവേഴ്സിലാണ് ഞാൻ ഡോണറ്റ്സ് ബോൾസ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ 2 ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഫസ്റ്റ് ഞാൻ വൈറ്റ് ഗ്ലേസ് വെച്ചിട്ടുള്ള ഡോണറ്റ്സ് ബോൾസ് ആണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വൈറ്റ്
ഗ്ലേസ് റെഡിയാക്കുകയാണ് ഇവിടെ. വൈറ്റ് ഗ്ലേസ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും അതേപോലെ ഇളം ചൂടുപാലും, അത് കൂടാതെ വേണ്ടത് ഒരു 3 ഡ്രോപ്സ് വനില എസൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വൈറ്റ് ഗ്ലേസിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു കുഴമ്പ് പാകത്തിലാണ് നമുക്കിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. പഞ്ചസാര നല്ല പോലെ ഇതിൻ്റെ അകത്തുനിന്ന് അലിയണം. ശരിക്കും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 3 ഡ്രോപ്സ് വനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബോൾസിലോട്ട് ഈ വൈറ്റ് ഗ്ലേസ് മിക്സ് ചെയ്യാം. ഇനി എല്ലാ ബോൾസിലും നല്ലപോലെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സ്പൂൺ യൂസ് ചെയ്താണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഫസ്റ്റത്തെ ഫ്ലേവർ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഫ്ലേവർ റെഡിയാക്കി എടുക്കാം. നെക്സ്റ്റ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ഹണി വിത്ത് ഷുഗർ ക്രിസ്റ്റൽസ് ഫ്ലേവർ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഹണി എടുത്തിട്ടുണ്ട്, പിന്നെ ഷുഗർ ക്രിസ്റ്റൽസും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ ക്രിസ്റ്റൽസ് കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഫ്ലേവറും റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് യൂസ് ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ ഈ 2 ഫ്ലേവേഴ്സാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഒന്ന് വൈറ്റ് ഗ്ലേസിൻ്റെയും അതേപോലെ ഒന്ന് ഹണി യൂസ് ചെയ്തിട്ടുള്ളതും. ഞാനിതിൽ ഈ വൈറ്റ് ഗ്ലേസ് ബോൾസ് ഒന്ന് ചോക്ലേറ്റ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോപ്പ്ഡ് നട്ട്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനത് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അത് കണ്ടോ എന്ത് സ്പഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്ന് റെഡിയാക്കിയ ഡോണട്ട്സ് ബോൾസ് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അധികം സമയമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും വീട്ടിൽ റെഡിയാക്കി കൊടുക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ദിസ് ഈസ് ബിൽറ്റ സൈനിങ് ഓഫ്. ബൈ.